ബഹുമാനമുള്ള മുഅ്മിനുകളെ, വലിയൊരു അപകടം കഴിഞ്ഞു. ഉദാഹരണത്തിന് വയനാട് ദുരന്തമാക്കാം. കുറേ ആളുകൾ അതിൽ മരണപ്പെട്ടു പോയി. അതിലൊരു മുസ്ലിമായ മനുഷ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചർച്ച. മരണം അറിയപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഒരു അവയവം മാത്രമാണ് കിട്ടിയത്. എന്ത് ചെയ്യണം? വലൗ ഉജിത ജുസുഉ മുസ്ലിമി, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഒരു കൈ, ഒരു ഉദാഹരണം പറയാം, കൈ കിട്ടി. ഒലിമ മൗത്തുഹു, അയാളെ മരണം അറിയപ്പെട്ടിരിക്കുന്നു, അയാൾ മരിച്ചിരിക്കണം, പക്ഷെ അയാളെ കയ്യേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ എന്ത് ചെയ്യണം? ഉസില, ആ കയ്യിനെ കുളിപ്പിക്കപ്പെടണം. വ സുത്തിറ, കഫൻ ചെയ്യണം, പൊതിയണം. വ സുല്ലി അലൈഹി, അതിൻ്റെ മേൽ നിസ്കരിക്കപ്പെടണം. വ ദുഫിന ഉജൂബൻ, നിർബന്ധമായിട്ടും അതിനെ മറമാടുകയും വേണം. അപ്പം എല്ലാം വേണമെന്നർത്ഥം. ആളെ ബോഡി കിട്ടിയിട്ടില്ല, മരിച്ചു, ആൾ മരണപ്പെട്ടു എന്ന് അറിയപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ അവയവത്തിനെ എന്തെല്ലാം ചെയ്യണം? കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, മറമാടണം, നിസ്കരിക്കണം, ഒക്കെ വേണം. അമ്മാ മൻഫസല മിനൽ ഹയ്യി, ഇനി മരിച്ചാത്ത ഒരാൾ, അയാൾ ഷുഗർ കൂടിയിട്ട് ആളെ കാല് മുറിക്കാൻ തീരുമാനിച്ചിരുന്നു. അള്ളാഹു കാക്കട്ടെ. ആളെ കാല് ഛേദിക്കപ്പെട്ട് മുറിക്കപ്പെട്ട് പിന്നെ പള്ളിയേക്ക് വിളിച്ചാ എന്താ ഇപ്പം ചെയ്യേണ്ടത്? എന്നാൽ ജീവനുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും പിരിഞ്ഞ ഒരു അവയവം, അല്ലെങ്കിൽ മരണം അറിയപ്പെടാത്ത ഒരു വ്യക്തിയുടെ ഒരു അവയവം, രണ്ടും അവിടെ തന്നെ കൂട്ടാം. ജീവനുള്ള മനുഷ്യനാണ്, അയാളെ ശരീരത്തിൽ നിന്നും ഒരു അവയവത്തെ മുറിക്കപ്പെട്ടു, അല്ലെങ്കിൽ മരിച്ചെന്ന് അറിയില്ല. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ആ അവയവത്തെ എന്ത് ചെയ്യണം? ഫയുസന്നു സത്തുറുഹു, അതിനെ പൊതിയൽ സുന്നത്താണ്. വദഫ്നുഹു, മറമാടലും. കുളിപ്പിക്കേണ്ട, നിസ്കരിക്കും വേണ്ട. ഇൻകാന നഹ്വ യദിൻ, അത് കൈ പോലത്തതായാലും ശരി. അപ്പോൾ ജീവനുള്ള മനുഷ്യന്മാരെ കാലൊക്കെ മുറിച്ച് മാറ്റുന്ന രംഗമുണ്ട്. 1997 മലപ്പുറം മുണ്ടുപറമ്പിൽ ഒരു കല്യാണ ട്രിപ്പ്, കല്യാണത്തിൽ നിന്ന് പുതിയണ്ണ് പോണ വണ്ടിയാണ്. കാട്ടുങ്ങൽ വളവിൽ വെച്ച് ഒരു KSRTCൻ്റെ ഉള്ളിലേക്കാണ് പോയി ജീപ്പ്. അതിലുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു. അന്ന് കാട്ടുങ്ങപ്പള്ളിയിലത്തെ ഖത്തീബ് ഞാനാണ്. ഈ പറയപ്പെട്ട മസലയിൽ ഉള്ള ഒരു മസല, ആൾ മരണപ്പെട്ടു എന്ന് ഉറപ്പാണ്, പക്ഷെ ഒന്നും എടുക്കാനില്ല. ഒരു കൈ കിട്ടി, ആ കയ്യിനെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, അതിനെ നിസ്കരിച്ചു. ഇതാണ് ശറഅ ഫിഖ്ഹ് മസല സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള രംഗങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വരുത്താതിരിക്കട്ടെ. വലിയ കാവൽ അല്ലാഹു തആല നൽകുമാറാവട്ടെ. അർഹമുർ റഹ്മാനായ അല്ലാഹ്, പ്രഭാത സമയത്തുള്ള ഈ സംസാരം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്നലത്തെ ബദർ മൗലിദിൻ്റെ സദസ്സിൽ ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് സ്വലാത്തിൻ്റെ ചേരുന്നുകൾ ഏറ്റെടുത്തവർക്ക് നീ ഹൈറുകൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ നിറവേറ്റിത്തരണേ അല്ലാഹ്. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ പ്രവർത്തകന്മാരുടെയും പ്രവർത്തനങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ, ദീനിയായ ചുറ്റുപാടിൽ അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. സ്വർഗം നൽകി ആദരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണത്തിലേക്ക് സഹായിച്ചു കൊണ്ടിരിക്കുന്നവരൊക്കെ നീ സഹായിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി
സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.